Good morning, sir. Yes, Lena, good afternoon. Good afternoon or good morning. Sorry. Good morning, sir. Yes, okay, Lena, good morning. Good morning, sir. Good morning, sir. Good morning, sir. Anju, good morning. Sabida, good morning. Aradi, good morning. Prayer, sir. Yes, okay, start. അഖിലാണ്ട മണിച്ചോരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമപ്രകാശമേ ശരണം നീയെന്നും സുരഗോള ലക്ഷങ്ങൾ അണിയിട്ടു നിർത്തി അവികല ബന്ധം പുലർത്തി അതിനൊക്കെ ആധാര സൂത്രമിണക്കി കുടികൊള്ളും സത്യമേ ശരണം നീയെന്നും ദുരിതങ്ങൾ കൂത്താടുമുലകത്തിൽ നിന്റെ പരിപൂർണ തേജസ്സു വിളയാടി കാൺമാൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവമേവം പരിശുദ്ധ വേദാന്തം സഫലമായി തീരാൻ അഖിലാണ്ട മണ്ഡലൊരുക്കി അതിനുള്ളിൽ ദീപം കൊളുത്തി സ്മരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീയെന്നും. Lena, very good sound. Very good. Thank you, sir. Okay, പാടാനുള്ളൊരു കപ്പാസിറ്റി ഒക്കെ എനിക്കുണ്ട് കേട്ടോ. Yes. Very good. Then, thought of the day? Sir. Yes, പറഞ്ഞോളൂ അനുശ്രീ. Optimism is the faith that leads to achievement. Nothing can be done without hope and confidence. Helen Keller. ഹെലൻ കെല്ലർ അറിയോ? ഹെലൻ കെല്ലർ എന്ന് പറഞ്ഞാല് അന്ധയായ ഒരു പെൺകുട്ടിയായിരുന്നു അല്ലേ? അറിയാം. അവരുടെ ജീവിതത്തിലേക്ക് ഒരു ടീച്ചർ വന്നപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായത്. ആ ടീച്ചറിന്റെ പേരറിയാം? അയ്യോ ഇല്ല. ആനിസിലുഡ് എന്നാണ് ടീച്ചറിന്റെ പേര്. അപ്പൊ അതാണ് അവരിലെ അമ്മയെക്കാളും മറ്റാരെക്കാളും കൂടുതൽ സ്വാധീനം ഉണ്ടാക്കിയത് ടീച്ചറാണ്. ഇന്നിപ്പോ നമുക്ക് അന്ധരായവർക്ക് ബ്ലൈൻഡ് ലിപി നോക്കി പഠിക്കാം. അന്ന് കൈപ്പത്തിയിൽ വിരലുകൊണ്ട് ഇങ്ങനെ എഴുതി കൊടുക്കും. ആ സ്പർശനത്തിലാണ് അവള് അക്ഷരങ്ങളെ തിരിച്ചറിഞ്ഞത്. ഓക്കെ, വെരി ഗുഡ്. സൈനിങ് ഓൺ. അനുവാണ്. അതെ sir. Okay, continue. Good morning, sir. Good morning. Today we start with a story. Yes, very good. The Lion and the Cows. Yes. Once upon a time, there lived 4 cows in the forest. Every day, they used to graze together in a particular spot. They were all friends. One day, a lion saw the cows grazing together. The lion wanted to eat them, so he went to catch them. When the cows saw the lion, all of them fought with him. The lion had to run away. A few days passed, and the cows quarreled between themselves and started grazing separately. One by one, the lion came and killed all of them. Thank you. The moral of the story: unity is strength. Unity is strength. Okay, very good. Okay, Ju? Yes. Very good. Yes. അതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എപ്പോഴും നമ്മളെ പ്രത്യേകിച്ച് എന്റെ നേരെയല്ലല്ലോ വരുന്നത്, അവന്റെ നേരെയല്ലേ നോക്കരുത്. നാളെ അത് എനിക്ക് സംഭവിക്കാം.
എന്നൊരു ചിന്ത എപ്പോഴും വേണം. അത് ഈ ഒരു കേസിലല്ല, എല്ലാത്തിലും. യെസ്, എനിക്ക് നേരെയും അത് വരാം എന്ന് പറയാം. എപ്പോഴും തന്ത്രപരമായ ഒരു നീക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മളെയാണ് ആക്രമിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെ ഡയറക്റ്റായിട്ട് ആദ്യം ആക്രമിക്കില്ല. നമ്മളെ സഹായിക്കാൻ സാധ്യതയുള്ളവരെയൊക്കെ ആദ്യം തന്നെ ആക്രമിച്ച് അവരെ ഇല്ലാതാക്കി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ആക്രമിക്കുമ്പോൾ നമുക്ക് സഹായം നൽകാൻ പോലും ആരും ഉണ്ടാവില്ല. അപ്പോ നമുക്ക് സഹായിക്കാൻ പറ്റുന്ന ആളുകളെ ആക്രമിക്കുമ്പോഴാണ് നമ്മൾ അവരോടൊപ്പം ഒറ്റം ചേരേണ്ടത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, അപ്പോ നമുക്ക് നമ്മുടെ ലെസണിലേക്ക് കിടക്കാം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് അത് ആദ്യം പറയാം. വരുമ്പോൾ തന്നെ ആ ഫ്രഷ്നെസ്സോട് കൂടി നമുക്ക് അതങ്ങനെ പറയാം. കുറച്ച് കാര്യം, വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. യെസ്, കഴിഞ്ഞ ആഴ്ച നമ്മൾ ഹൗ ഡു യു സ്പെൻഡ് യുവർ സൺഡേസ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലേ? യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അതായത് നമുക്ക് ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ, ഈ നൗണും നൗൺ ഫ്രേസിന്റെയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നൗൺ എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു. നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the name of a person, the name of a thing, name of an idea, whatever it may be, അതിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. ആ നൗണിന്റെ കൂടെ ഒരു ആർട്ടിക്കിൾ ദി എന്നോ എ എന്നോ ആനെന്നോ ഒരു ആർട്ടിക്കിൾ, അതുമല്ല എങ്കിൽ ഒരു പ്രിപ്പോസിഷൻ, അതുമല്ല എങ്കിൽ ഒരു അഡ്ജക്റ്റീവ്, അങ്ങനെ ഒരു വിശേഷണം കൂടി വന്നു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. നൗൺ ഫ്രേസ്. നൗൺ ഫ്രേസ് എന്ന് പറയുമ്പോൾ അതില് ഒന്നിൽ കൂടുതൽ വാക്കുകൾ ഉണ്ടാവും, മോർ ദാൻ വൺ ഉണ്ടാവും. അപ്പൊ അതെന്തായിട്ട് മാറി? നൗൺ ഫ്രേസ് ആയിട്ട് മാറി. യെസ്, അപ്പൊ നൗൺ നെയിം ഓഫ് എ തിങ്, ഒരു സംഗതിയുടെ പേരാണ്. നൗൺ ഫ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് തന്നെയാണ്, പക്ഷെ അത് ഒന്നിൽ കൂടുതൽ വാക്കുകളെ കൊണ്ടായിരിക്കും അത് സൂചിപ്പിച്ചിട്ടുണ്ടാവുക. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം, ഞാനൊരു വാചകം പറയാം. നിങ്ങളൊന്ന് എഴുതി. The tall boy who goes to gym, gym is my friend. I will repeat the sentence. The tall boy who goes to gym is my friend. ആ പൊക്കമുള്ള ആൺകുട്ടി, ആരാണോ ജിമ്മിലേക്ക് പോകുന്ന പൊക്കമുള്ള ആൺകുട്ടി, അതെന്റെ സുഹൃത്താണ്. ഇതാണ് തന്നിരിക്കുന്ന സെന്റൻസ്. ഓക്കെ, വിദ്യ, ഇതിന്റെ അകത്ത് നൗൺ എന്ന് തോന്നുന്ന എത്ര എണ്ണം ഉണ്ട്? ഏതൊക്കെയുണ്ട് പറയാം? ടോൾ ബോയ് ആണ്, ബോയ് മാത്രമാണോ? ബോയ് ഫ്രണ്ട്. ഓക്കെ, രണ്ടായി. അത്രേ ഉള്ളൂ സർ. അത്രേ ഉള്ളൂ. യെസ്, ജിം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജിം ചെയ്യാൻ പോകുന്ന ഒരു സ്ഥലമല്ലേ? അതെ സർ, അതൊരു സ്ഥലമാണ്. ആ, യെസ്. അപ്പൊ അത് നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താം? നൗണിൽ ഉൾപ്പെടുത്താം. അപ്പൊ ഇവിടെ നോക്കി. ഓക്കെ വിദ്യ, വെരി ഗുഡ്. അപ്പൊ ബോയ് എന്നുള്ളത് ഇവിടെ ഒരു നൗണാണ്, കാരണം ആൺകുട്ടി ഒരു പേരല്ലേ. ജിം എന്ന് പറഞ്ഞാൽ ജിമ്മിൽ പോയിട്ട് പോകുന്ന സ്ഥലം, അതും ഒരു സ്ഥലത്തിന്റെ പേരാണ്, ഒരു പർട്ടിക്കുലർ പ്ലേസ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതും ഒരു നൗണിൽ പെടുത്താം. ഫ്രണ്ട്, സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ഒരു പേരല്ലേ, സുഹൃത്ത്. യെസ്, അത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു നൗണിൽ പെടുത്താം. മാറിപ്പോകരുത്. വെർബ് എന്ന് പറയുമ്പോൾ അതിന് 3 കാലങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓടുക, ഓടി ഓടും, ചാടുക, ചാടി ചാടും, അങ്ങനെയൊക്കെ 3 കാലങ്ങൾ ഉണ്ടാകും. പക്ഷെ ഇവിടെ ബോയ് എന്നുള്ളതിന് 3 കാലങ്ങൾ പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നൗണാണ്. ജിം സെന്റർ എന്നുള്ളതിന് 3 കാലങ്ങൾ പറയാൻ പറ്റുമോ? ഇല്ല, അതും ഒരു നൗണാണ്. ഫ്രണ്ട് എന്നുള്ളതിന് 3 കാലങ്ങൾ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതും എന്താണ്? അതൊരു നൗണാണ്. അപ്പൊ 3 നൗണേ ഇല്ലാത്ത വിദ്യ കണ്ടുപിടിച്ചു. കറക്റ്റ് ആണ് വിദ്യ, വെരി ഗുഡ്. ബോയ് ഉണ്ട്, ജിം ഉണ്ട്, ഫ്രണ്ട് ഉണ്ട്. ഇതിന് നമ്മൾ ആദ്യത്തെ എടുക്കുക. ആദ്യത്തെ എടുത്ത് നോക്കിയേ.
ആ ബോയ് എന്നുള്ളതിന് തൊട്ട് മുന്നില് ആ ബോയിൽ നിന്ന് വിശേഷിപ്പിക്കുന്ന സാധനം എടുക്കുന്നുണ്ട്. എന്താണത്? ടോൾ, പൊക്കമുള്ള. ആ നൗണിനെ വിശേഷിപ്പിക്കാണ് ടോൾ, പൊക്കമുള്ള. യെസ്. പിന്നെ ആ ടോളിന്റെ ഇപ്പുറത്ത് വേറെ സംഗതി കൂടി കിടപ്പുണ്ട്. ദി എന്ന് പറയുന്ന വേർഡ്. ദി, ആ പൊക്കമുള്ള. യെസ്, എടുത്തു പറയുക, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പ്ലേസിന് എടുത്ത് പറയാം. ആ പൊക്കമുള്ള ആളില്ലേ, വേറെ ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് പറയാം പൊക്കമുള്ള ബോയ്. അപ്പൊ ദി വന്ന്, ടോള് വന്ന്, ആ ബോയിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച രണ്ട് വാക്കുകളും വന്ന് ബോയും വന്നു. അപ്പൊ ദി ടോൾ ബോയ് എന്നുള്ളത് മുഴുവനായിട്ട് പറയുകയാണെങ്കിൽ അതൊരു നൗൺ ഫ്രേസ് ആണ്. കാരണം അതിനകത്ത് എന്തൊക്കെ വന്നിട്ടുണ്ട്? ദി എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ വന്നു, ടോൾ എന്ന് പറഞ്ഞൊരു വാക്ക് വന്നു, പിന്നെ ബോയ് വന്നു. ബോയ് മാത്രമാണെങ്കിൽ അത് നൗൺ. ദി ടോൾ ബോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ബോയിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച വാക്കുകളാണ്. ആ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകള് ആദ്യം തന്നെ വരണമെന്നില്ല. ചിലപ്പോ ഈ നൗണിന് ശേഷവും വരാം. ഈ നൗണിന് ശേഷവും വരാം. അപ്പോ നൗണിനെ വിശേഷിപ്പിക്കാനുള്ള വാക്കുകള് ആദ്യം തന്നെ വരണമെന്നില്ല. ബോയ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വരാം. അപ്പൊ ഞാൻ അങ്ങനെയുള്ള വേറെ അത് നമുക്ക് പറയണ്ട. അപ്പൊ ഇതിലേക്ക് ഇത് തന്നെ അത് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അപ്പൊ ദ ടോൾ ബോയ് എന്നുള്ളത് ഒരു നൗൺ ഫ്രേസ് ആണ്. കാരണം 3 വാക്ക് പൊക്കമുള്ള ആൺകുട്ടി. ഇനി അടുത്ത നൗൺ നമുക്ക് എടുക്കാം. ജിം. ജിമ്മിനെ വിശേഷിപ്പിക്കുന്ന എന്തെങ്കിലും സംഗതി അവിടെ ഉണ്ടോ സബിത? ഉണ്ടെങ്കിൽ ഏതാ? ഇല്ല. ഇല്ല. അപ്പൊ അതെന്ത്? അത് നൗൺ തന്നെയാണ്. നിൽക്കട്ടെ. യെസ്, ലെന. ഇനി അടുത്തത് പറഞ്ഞു ഫ്രണ്ട്. അത് നൗൺ ആണെന്ന് പറഞ്ഞു. ഫ്രണ്ടിനെ വിശേഷിപ്പിക്കുന്ന എന്തെങ്കിലും അവിടെ ഉണ്ടോ? മൈ ഫ്രണ്ട് എന്നില്ലേ? മൈ ഫ്രണ്ട്. വെറുതെ സുഹൃത്തുക്കളെ പറഞ്ഞേക്കണേ. ആ ഫ്രണ്ടിനെ വിശേഷിപ്പിക്കണം. മൈ ഫ്രണ്ട്, എന്റെ സുഹൃത്ത്. അപ്പൊ രണ്ടുപേരായില്ലേ? അപ്പോ നമുക്ക് പറയാം മൈ ഫ്രണ്ട് എന്നുള്ളതും എന്താണ്? ഒരു നൗൺ ഫ്രേസ് ആണ്. കിട്ടിയില്ലേ? നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേർഡ് ഉണ്ടാവുള്ളൂ. അതൊരു പേരിനെ കുറിക്കുന്ന പദമാണ്. ഒന്നിലധികം വാക്കുകൾ വന്നു കഴിയുമ്പോൾ അതെന്തായി? നൗൺ ഫ്രേസ് ആണ്. അപ്പൊ നമുക്ക് പറയാം ദ ടോൾ ബോയ് ഹു ഗോസ് ടു ജിം ഈസ് മൈ ഫ്രണ്ട് എന്നുള്ളത് ആ സെന്റൻസില് 2 നൗൺ ഫ്രേസ് ഉണ്ട്, ഒരു നൗണും. യെസ്, ഇതിന്റെ പരീക്ഷത്തിന്റെ ചോദ്യം വരെ കഴിഞ്ഞു കഴിയുമ്പോൾ ഇതിൽ നിന്ന് ഇതേ സെന്റൻസ് തന്നെ കൊടുക്കുകയാണ്. ദ ടോൾ ബോയ് ഹു ഗോസ് ടു ജിം ഈസ് മൈ ഫ്രണ്ട്. ഫൈൻഡ് ദി നൗൺ ഫ്രേസ് ഓഫ് ദ സെന്റൻസ്. ഇതിൽ നിന്ന് നൗൺ ഫ്രേസ് കണ്ടുപിടിക്കുക. അപ്പോ ഒരെണ്ണം ഇതിന് കൊടുക്കും, ദ ടോൾ ബോയ്. എ, ഓപ്ഷൻ എ, അത് കറക്റ്റ് ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ത് കൊടുക്കും? ഹു ഗോസ്. യെസ്. മൂന്നാമത്തെ ഓപ്ഷൻ എന്ത് കൊടുക്കും? ജിം കൊടുക്കും. മറ്റത് കൊടുക്കൂല, കാരണം അപ്പൊ 2 ആൻസർ വരും. യെസ്. അപ്പോ അതിൽ നിന്ന് മോർ ദാൻ 1 വേർഡുകൾ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ആലോചിക്കാൻ പിടിക്കാം. ഒറ്റ വാക്കാണെങ്കിൽ അത് നൗൺ ഫ്രേസിൽ വരില്ല. യെസ്, ഒന്നിലധികം വാക്കുകൾ അതിനകത്ത് ഉണ്ടാവും എന്നുള്ള ഒരു ലോജിക്ക് നമുക്ക് ചിന്തിക്കാം. യെസ്, പണ്ട് പരീക്ഷയ്ക്ക് നമ്മള് ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിന്റെ അടിയിൽ എഴുതിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ എഴുതാനായിട്ട് പറയുമ്പോൾ ആ ചോദ്യത്തിൽ ഒന്നും മനസ്സിലായില്ലെങ്കിൽ ചോദ്യത്തിൽ വന്നിരിക്കുന്ന വാക്കുകൾ ആ പാരഗ്രാഫിൽ എവിടേക്കായിട്ട് നോക്കിയിട്ട് ആ വശം മാത്രം എടുത്ത് എഴുതി വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഒന്ന് ആലോചിച്ച് നോക്കി. ഉണ്ടായിരുന്നു സാറേ, ഉണ്ടായിരുന്നു. ഓക്കെ. ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ബുദ്ധിയുണ്ട് ജിഷ. അപ്പൊ ജിഷക്ക് ബുദ്ധിയുണ്ട്. കാരണം ഈ വാചകത്തിനോട് കണക്ട് ചെയ്യുന്ന വാചകങ്ങൾ അതെടുത്ത് എഴുതാം എന്ന് കണ്ടുപിടിച്ചൊരു ബുദ്ധിയില്ലേ? അതൊരു ബുദ്ധിയാണ്. യെസ്. അപ്പൊ ബുദ്ധിയിലെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതൊരു ടെക്നോളജി നമ്മൾ കണ്ടുപിടിച്ചതാണ്. യെസ്. അപ്പൊ ആ പ്രദേശത്തുള്ള സംഗതികളൊക്കെ എഴുതും. അപ്പൊ അത് മനസ്സിലാക്കിയിട്ടാന്ന് തോന്നുന്നു. പലപ്പോഴും ചിലപ്പോ ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ചിലപ്പോൾ ആ പാരഗ്രാഫിന്റെ ലാസ്റ്റ് ആയിരിക്കും. നമ്മൾ വിചാരിക്കും fill in the blanks with a or an എന്ന് പറഞ്ഞ് പണ്ട് SSLCക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതായത് ഒന്നില്ലെങ്കിൽ എ അല്ലെങ്കിൽ ആൻ വെച്ച് ഫില്ല് ചെയ്യാന്നാണ് അതിന്റെ ചോദ്യത്തിന്റെ അർത്ഥം. കുട്ടി എന്തും വെക്കില്ല, എയും വെക്കില്ല, ആനും വെക്കില്ല, ഓർ വെച്ച് ഫില്ല് ചെയ്യും. fill in the blanks with a or an എന്നുള്ളതിൽ
എയും ഉപയോഗിച്ചിട്ടില്ല, അതിനും ഉപയോഗിച്ചിട്ടില്ല. ഓർ അല്ലെങ്കിൽ എന്നുള്ള വേർഡ് വെച്ച് ഫില്ല് ചെയ്തേ. യെസ്. അപ്പൊ ഈ പേപ്പർ നോക്കുമ്പോ ടീച്ചർക്ക് മനസ്സിലാവും, ഓ ഇതുള്ളൂ കുട്ടിയുടെ നിലവാരം. പിന്നെ ആ അത് കണ്ടുക കൊണ്ടായിരിക്കും ആ പേപ്പർ മുഴുവൻ കാണുന്നത്. അത് കണക്കോട്ടെ. യെസ്. അപ്പൊ നമുക്ക് വിഷയം വരുന്നത് ഇവിടെ ഇപ്പൊ നമ്മൾ പറഞ്ഞു രണ്ട് നൗൺ ഫ്രേസ് ഉണ്ട്, ഒരു നൗൺ ഉണ്ട്. നേരത്തെ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞത് ടോൾ ബോയ്. ആ ബോയ് എന്ന് പറയുന്ന നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച വേർഡ് ടോൾ. അത് ആ ബോയ് എന്ന് പറയുന്ന വേർഡിന്റെ മുമ്പിലാണ് വന്നിരിക്കുന്നത്. എല്ലാനും അങ്ങനെ മുമ്പിൽ വന്നോന്നില്ല, ചിലത് അത് കഴിഞ്ഞതിന് ശേഷവും പറയുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെയുള്ളൊരു വാചകം പറയാം. ഇതിൽ ഐ സോ SAWSO I saw a tree full of fruit. A tree with a tree with full of fruit. FRUIT. Okay. I saw, ഞാൻ കണ്ടു, a tree, ഒരു മരം. ആ ട്രീ എന്നുള്ളത് എന്താണ്? അതൊരു നൗണാണ്, മരം, പേരല്ലേ. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗണാണ്, ഞാൻ, അതൊരു പേരല്ലേ, ഞാൻ. അപ്പൊ ഐ എന്നുള്ളത് ഒരു പേരാണ്, ട്രീ എന്നുള്ളതും ഒരു പേരാണ്. അപ്പൊ രണ്ടും ഒരു നൗണാണ്. യെസ്. ജിഷ വിമോദ്, ഇതിന്റെ അകത്ത് നമുക്കൊരു നൗൺ ഫ്രേസ് കണ്ടെത്താൻ പറഞ്ഞാൽ എങ്ങനെ, ഏതായിരിക്കും? നൗൺ ഫ്രേസ് ഒന്നിലധികം വാക്കുകൾ ഉണ്ടാവും, ഒരു നൗണായിട്ടായിരിക്കും അത് കൃത്യം ചെയ്യും. ഫുൾ ഓഫ് ഫ്രൂട്ട്. അതുകൂടി ട്രീയോടൊപ്പം ചേർക്കണം അല്ലെ. ട്രീ വിത്ത് ഫുൾ ഓഫ്, ധാരാളം പഴങ്ങളുള്ള മരം. ധാരാളം പഴങ്ങളുള്ള മരം. ട്രീ. അപ്പൊ നോക്കി, ആ ട്രീനെ വിശേഷിപ്പിക്കാനുള്ള വേർഡ് നിറയെ പഴങ്ങൾ ഉള്ളത് എന്നുള്ളത് എപ്പോഴാണ് വന്നിരിക്കുന്നത്? അത് കഴിഞ്ഞതിന് ശേഷമാണ്. ട്രീ എന്ന് പറയുന്ന വേർഡിന് ശേഷമാണ് വന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞില്ലേ, ടോൾ ബോയ് എന്ന് പറയുമ്പോൾ ബോയ്ക്ക് മുമ്പ് വന്നു. അപ്പൊ ഒരു നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡ് അതിന് മുമ്പും വരാം, അതിന് ശേഷവും വരാം. അപ്പൊ അതിന് രണ്ടിനും സാധ്യത എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി. യെസ്. ഓക്കെ. അപ്പൊ നൗൺ ഫ്രേസ് അത് പിടിക്കിട്ട് ഞാൻ മുന്നോട്ട് വാചകങ്ങൾ പറയാം. അതിന്റെ അകത്ത് നൗൺ ഫ്രേസ് നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്ന ശരി. The big house is built by BUILT. Built by my father. വേണ്ട, മൈ ഫാദർ എന്ന് പറയുമ്പോൾ കുഴപ്പം വരും. built by built by Aisha. Built by Aisha. യെസ്. ഇതിന്റെ അകത്ത് നൗൺ ഫ്രേസ് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യും. അടിയൊന്ന് അണ്ടർലൈൻ ചെയ്യും. നൗൺ ഫ്രേസ് ഏതാണെന്ന് നോക്കിയിട്ട് അണ്ടർലൈൻ ചെയ്യും. ആദ്യം നൗൺ കണ്ടുപിടിക്കുക, അത് കഴിഞ്ഞതിന് ശേഷം അതിനെ വിശേഷിപ്പിക്കുന്ന വാക്കുകൾ ഉണ്ടെങ്കിൽ അത് കൂടി ചേർത്തിട്ട് അത് നൗൺ ഫ്രേസ് ആക്കുക. ആദ്യം നൗൺ അണ്ടർലൈൻ ചെയ്യുക, പിന്നെ നൗൺ ഫ്രേസ്. ഓക്കെ. ഐഷ, ചോദ്യം ഐഷയോട് തന്നെയാണ്, പറഞ്ഞോളൂ. സർ, ലാസ്റ്റത്തെ കാര്യം ഒന്നും കൂടി പറയാവോ? ലാസ്റ്റ് ഐഷയുടെ പേര് തന്നെ. പറയാം. ദി ബിഗ് ഹൗസ് ഈസ് ബിൽറ്റ് ബൈ ഐഷ. ബിൽറ്റ് ബൈ മൈ ഫാദർ എന്നല്ലേ ആദ്യം പറഞ്ഞേ? മൈ ഫാദർ മാറ്റി, കാരണം അപ്പോ ഒരു പ്രശ്നം വരും. ഫാദർ നൗണാണ്. ആ ഫാദറിനെ ഒന്നുകൂടി വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു മൈ അവിടെ കിടക്കുന്നു, അപ്പോൾ കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് ഞാൻ അത് മാറ്റിയിട്ട് ഐഷയുടെ പേര് ചേർത്താണ്. ബിൽറ്റ് ബൈ ആയിഷ.
ബിഗ് ഹൗസ് വരില്ലേ? ബിഗ് ഹൗസ് എന്നല്ല, ദി ബിഗ് ഹൗസ് എന്ന് പറയുന്നത്. ആ വലിയ വീട് കേട്ടോ, ദി ബിഗ് ഹൗസ്. ഓക്കെ, ഇനി ബിഗ് ഹൗസ് ആണെങ്കിൽ അത് നൗൺ ഫ്രേസ്. ഇതല്ലാതെ കിട്ടിയിട്ടുള്ളവരുണ്ടെങ്കിൽ സംശയങ്ങൾ ചോദിച്ചു കേട്ടോ. My favorite 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 book is written by APJ Abdul Kalam. My favorite book is written by APJ Abdul Kalam. ഇതിന്റെ അകത്ത് നൗൺ ഫ്രേസ് നോക്കിയോ. ആരെനിക്കാണ് ചാൻസ്? APJ അബ്ദുൽ കലാം ഒരു നൗൺ അല്ലേ സാർ? അപ്പൊ റിട്ടൺ ബൈ ഫേവറേറ്റ് ബുക്ക് ഈസ് റിട്ടൺ ബൈ. ശരിക്കും മനസ്സിരുത്തിയാൽ കണ്ണടച്ചിട്ട് 1 മുതൽ 10 വരെ ഉണ്ട്. കണ്ണടച്ച് റിലാക്സ് ചെയ്യും. കോൺസെൻട്രേറ്റ് യുവർ മൈൻഡ്. 1 2 3 4 5 6 7 8 9 10. റിലാക്സ് ചെയ്യും. യെസ്, എന്താണോ ഏകാഗ്രതയോട് കൂടി പോകും. വേറെ പിന്നെ മൈ ഫേവറേറ്റ് ബുക്ക് കറക്റ്റ് ആൻസർ. ആ റിട്ടേൺ വന്നു കഴിഞ്ഞാൽ എന്താ കുഴപ്പമില്ല. റിട്ടേൺ എന്നുള്ള ഒരു വെർബാണ്. അതിന് 3 കാലങ്ങൾ എഴുതും കണ്ട ആ സംഗതി കയറി വരും. അത് വെർബായിട്ട് വരും. യെസ്, ഇവിടെ നോക്കി മൈ ഫേവറേറ്റ് ബുക്ക് നൗണാണ്. ആ ബുക്കിനെ വിശേഷിപ്പിക്കുക എങ്ങനെയുള്ള ബുക്ക്? എന്റെ ഇഷ്ടപ്പെട്ട ബുക്ക്. കണ്ട, എന്റെ ഇഷ്ടപ്പെട്ട മൈ ഫേവറേറ്റ് ബുക്ക് ഈസ് റിട്ടൺ ബൈ APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം എന്നുള്ള നൗൺ ഫ്രേസ് അല്ല, നൗണാണ്, പേര് മാത്രം. യെസ്, അടുത്തത് ദ ടോൾ ട്രീ. The tall tree was standing on the banks of BANKS, banks of the river. The tall tree was standing on the banks, BANKS, banks തീരം, വശം, തീരം, on the banks of the river. ജിൻസി രാജീവ് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. You take 1 or 2 minutes. Sir, good morning, sir. Yes, very good morning. Sir, in this sentence, tree or noun ആണ് sir. Yes, okay. Next, river. Noun ആണ്. First, the tall tree is a noun phrase, sir. Yes, very good, correct ആണ്. The tall tree, മരം noun ആണ്. ആ മരത്തെ വിശേഷിപ്പിക്കുന്നത് പൊക്കമുള്ളതായ മരം അല്ല. അപ്പൊ നമുക്ക് the tall tree എന്ന് പറയുന്നത് എന്താണ്? That is noun phrase ആണ്. ഓക്കെ, അപ്പൊ ഞാൻ 3 സെന്റൻസ് പറഞ്ഞു. യെസ്, ഒന്ന് ദ ബിഗ് ഹൗസ് പറഞ്ഞു, ഫേവറേറ്റ് ബുക്ക് പറഞ്ഞു, ടോൾ ട്രീ പറഞ്ഞു. ശ്രുതി MP, ഈ 3 സെന്റൻസ് നോക്കുമ്പോ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ടെക്നിക്ക്, ഞാൻ പറയാത്ത എന്തെങ്കിലും ഒരു ടെക്നിക്ക് ശ്രുതിക്ക് പിടികിട്ടിയോ? ശ്രുതിക്കുന്നല്ല, ആർക്കെങ്കിലും ഇത് കണ്ടുപിടിക്കാനായിട്ട് സാറ് പറഞ്ഞ പോലെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. വേറെ വഴിക്കത് കണ്ടുപിടിക്കാൻ എന്നുള്ള ഐഡിയ കിട്ടിയോ? എന്ന് കിട്ടിയില്ല, സാറ് പറയുന്ന രീതിയില് നോക്കിയുള്ളൂ. യെസ്, അല്ല, ഈ 3 സെന്റൻസ് ഒന്നും കൂടി നോക്ക്. ബിഗ് ഹൗസ് വെച്ച് പറഞ്ഞു, അതിൻ്റെ അകത്ത് എവിടെയാണ് വന്നതെന്ന് പറഞ്ഞു നൗൺ ഫ്രേസ്.
ഫേവറേറ്റ് ബുക്ക് എന്ന് പറഞ്ഞ സെന്റൻസ് എവിടെയാണ് നൗൺ ഫ്രേസ് വന്നതെന്ന് പറഞ്ഞു. ടോൾ എന്ന് പറഞ്ഞു. 3 സെന്റൻസ് നോക്കി കഴിയുമ്പോൾ അതിൽ കോമൺ ആയിട്ട് മനസ്സിലാക്കുന്ന കാര്യം എല്ലാത്തിന്റെ ഫസ്റ്റ് സെന്റൻസ് അല്ല സർ? ഫസ്റ്റ് സെന്റൻസും വേണമെങ്കിൽ വരാം, ബാക്കിലും വരാമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഫസ്റ്റ് സെൻസ് അത് കൂടാതെ അല്ലെ ഈ കുട്ടിയോട് ടീച്ചർ ചോദിച്ചു വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ഒരു ജീവിയുടെ പേര് പറയാൻ പറഞ്ഞു. ടീച്ചർ ഉദ്ദേശിച്ചത് ആമയാണ്, പക്ഷെ കുട്ടി പറഞ്ഞത് എന്താണ്? തവള എന്ന് പറഞ്ഞു. ടീച്ചർ ഉദ്ദേശിച്ച ഉത്തരം കിട്ടിയില്ല. അപ്പൊ വീണ്ടും ടീച്ചർ ചോദിച്ചു വേറൊരു ജീവി എന്ന് പറഞ്ഞു. കുട്ടി അതിലും മിടുക്കനാണ്. കുട്ടി എന്ന് പറഞ്ഞു വേറൊരു തവള എന്ന് പറഞ്ഞാൽ നർമ്മിത പറഞ്ഞു ഇത്ര കറക്റ്റ് ആണ്, പക്ഷെ ഞാൻ ഉദ്ദേശിച്ചതല്ല, വേറൊരു സംഗതിയാണ്. യെസ്, ഇതിൽ വെർബ് വരുന്നത് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കണം. വെർബ് വരുന്നതാണ് സാറേ 2 സെന്റൻസ് വെർബ് വരുന്നത് ശ്രദ്ധിച്ചില്ലാത്തത് കൊണ്ടാണ് ഞാന് തെറ്റ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് 3 കാലങ്ങൾ ഉണ്ട് എന്നുള്ളത് ഓർത്ത് വെച്ചിട്ട് വേണം നമ്മള് നൗൺ ഫ്രേസ് കണ്ടുപിടിക്കാൻ. ഓക്കെ 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 വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. പക്ഷെ കറക്റ്റ് ആൻസറിലേക്ക് വന്നത് ആൻസറാണ്. വെരി ഗുഡ് വെരി വെരി ഗുഡ്. നോക്കി, ഈ പറഞ്ഞ 3 വാചകങ്ങളിലും ഒരു ഓക്സിലറി വെർബ് ഇതാണ്. ഈസ്, ആം, ആറ്, വാസ്, വേറ് അങ്ങനെയുള്ള വെർബ് ഉണ്ടെങ്കിൽ അതിന് തൊട്ട് മുന്നിലായിരിക്കും എന്ത് വന്നിട്ടുണ്ടാവുക? ഈ നൗൺ ഫ്രേസ് വരാൻ സാധ്യതയുള്ളത്. ഇവിടെ നോക്കി, ആദ്യത്തെ 2 സെന്റൻസിൽ ഈസിന് തൊട്ട് മുമ്പ് ഓക്സിലറി വെർബ്. പിന്നത്തെ വാചകത്തിൽ നോക്കി വാസ്, വാസിന് തൊട്ട് മുമ്പ് ഓക്സിലറി വെർബിന് തൊട്ട് മുന്നേ മിക്കപ്പോഴും എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ഈ നൗൺ ഫ്രേസ് വന്നിട്ടുണ്ടാവും. ഈ ഓക്സിലറി വെർബ് മുതൽ ബാക്കിലേക്ക് വരുന്നത് അതിനെ പറയുന്ന ഒരു വെർബ് ഫ്രേസ് എന്നാണ്. ഓക്സിലറി വെർബ് മുതൽ ബാക്കിലേക്ക്, പിന്നെ അത് ബാലൻസ് വരുമ്പോൾ വെർബ് ഫ്രേസ് എന്ന് പറയും. നമുക്ക് വെർബ് ഫ്രേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ പോകുന്നില്ല. നൗൺ ഫ്രേസും അത് ആൾസോ വെരി ഗുഡ്. ഞാൻ ഉദ്ദേശിച്ചത് അതാണ്. ആ ഓക്സിലറി വെർബിന് തൊട്ട് മുന്നിൽ സംഗതി വന്നിട്ടുണ്ടാവും. യെസ്, എപ്പോഴും അങ്ങനെ പറയുന്നതല്ല, 90%. അടുത്ത സെന്റൻസ്, എ ഡെലീഷ്യസ് മീൽ, DELICIOUS, delicious meal, MEAL, meal was given by ഇന്ന് ഒരാളെടുക്കാം, നർമ്മിത. ഇത് നർമ്മിത എന്ന് അതിനകത്ത് എഴുതണം, അദ്ദേഹം വിളിക്കാം. ഓക്കെ, എ ഡെലീഷ്യസ് മീൽ വാസ് ഗിവൺ ബൈ നർമ്മിത. നർമ്മിത വളരെ രുചികരമായ ഫുഡ് തന്നു എന്നാണ് എഴുതിയത്. ഇനി ഇതിന്റെ അകത്തുള്ള നൗൺ ഫ്രേസ് പറഞ്ഞുള്ളത് a delicious meal was given by Narmada. Narmada. Yes, sir. Answer para. A delicious meal was given by next was given by ഓ, രാമായണം മുഴുവൻ പറഞ്ഞിട്ട് വേറെ പഠിക്കാനുള്ള ഒന്നുകൂടി ആലോചിക്കുന്ന അറിഞ്ഞത. വാസ് ഗിവൺ ബൈ എന്ന് പറഞ്ഞാൽ കൊടുത്തതെന്നല്ലേ? കൊടുക്കുക, കൊടുത്തു, കൊടുക്കും. നമുക്ക് അങ്ങനെ വെറുതെ 3 കാലങ്ങൾ പറയല്ല. എ ഡെലിഷ്യസ് മീൽ, മീൽ ഇതിനകത്ത് എന്താണ്? ഒരു നൗണാണ്. ആ മീലിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഇപ്പുറത്ത് കൊണ്ടുണ്ട് ഡെലീഷ്യസ് മീൽ, രുചിയുള്ള ഭക്ഷണം. യെസ്, അപ്പൊ എ ഡെലീഷ്യസ് മീൽ ആണ് നൗൺ ഫ്രേസ്. അടുത്തത് മൈ മൈന്നുള്ള വെട്ട്, സോറി അത് മാറ്റി പറയാം. The famous actor, ACTOR, actor is നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് എഴുതിക്കും. മോഹൻലാൽ എഴുതാം, മമ്മൂട്ടി എഴുതാം,
ഇഷ്ടമുള്ള പേര് എഴുതിക്കോ. ദ ഫേമസ് ആക്ടർ ഈസ് മമ്മൂട്ടി, ദ ഫേമസ് ആക്ടർ ഈസ് മോഹൻലാൽ. ഇഷ്ടമുള്ള പേര് എഴുതിക്കോ. ഹരിത, ഇറ്റ് ഈസ് യുവർ ടേൺ. The famous actor. യെസ്, ദ ഫേമസ് ആക്ടർ, നൗൺ ഫ്രേസ് അല്ലേ? അതെ സർ. വെരി ഗുഡ്, വെരി ഗുഡ്, കറക്റ്റ് ആണ്, കറക്റ്റ്, വെരി ഗുഡ്. യെസ്. അടുത്തത് എ സണ്ണി, SUNNY, എ സണ്ണി മോർണിംഗ്, MORNING, മോർണിംഗ് ഈസ് seen, SEEN, seen today, is seen today. Yes, a sunny morning is seen today. Praveen Raj. A sunny morning. Very good. Correct. A sunny morning is a correct answer. Yes. അപ്പൊ നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ, നൗൺ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലായി, നൗൺ ഫ്രേസ് എന്താണെന്ന് പിടികിട്ടി. യെസ്, ഞാൻ നിങ്ങൾക്ക് മലയാളത്തിൽ ഞാൻ നിങ്ങളോട് ഒരു 1-2 വാചകങ്ങൾ പറയും. നിങ്ങൾ എന്ത് ചെയ്യുന്നു? അതിനൊന്ന് ഇംഗ്ലീഷിലോട്ട് ആക്കുന്നു. തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. നമുക്കിത് പലപ്പോഴും വേണ്ടി വരും ടീച്ചർമാർക്ക്. സിമ്പിളായ വാചകങ്ങൾ, നമുക്കറിയാവുന്ന രീതിയിലുള്ള സിമ്പിളായ വാചകം. യെസ്, അപ്പോ ഞാൻ പറയുന്നു മലയാളത്തിൽ എഴുതിയാൽ മതി. സംഭൂതാണ് എനിക്കോ, പ്രിയമുള്ള കൂട്ടുകാരെ, ഞാനൊരു കഥ പറയട്ടെ. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടും. ഇത് ഒരു സാധാരണ മനുഷ്യന്റെ കഥയാകുന്നു. ഇത് സാധാരണ മനുഷ്യന്റെ കഥയാകുന്നു. ഈ കഥയ്ക്ക് എന്റെ ജീവിതവുമായി ഒരു ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കഥ ഇഷ്ടപ്പെടുന്നത്. ഇതുവരെ ഞാൻ ഈ കഥ പറഞ്ഞിട്ടില്ല. ഞാൻ കരുതുന്നത് നിങ്ങൾക്ക് എന്റെ കഥ കേൾക്കാൻ താല്പര്യമുണ്ടെന്നാണ്. യെസ്, അത്രയുള്ളൂ. ചെറിയൊരു പാരഗ്രാഫാണ്. നിങ്ങൾ ഇതിന്റെ നേരെ ട്രാൻസ്ലേഷൻ അടിയിൽ എഴുതുക. തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. നിങ്ങൾ അത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് ബോധ്യപ്പെടും, ആഹാ, ഒരു പാരഗ്രാഫ് ഒക്കെ എനിക്ക് എഴുതാൻ പറ്റുമല്ലേ. സർ ലാസ്റ്റ് പറഞ്ഞ ഒരു സെന്റൻസ് പറയോ സർ? ഞാൻ കരുതുന്നത് നിങ്ങൾക്ക്, ഞാൻ മനസ്സിൽ പറഞ്ഞാണോ? ഒന്ന് പറഞ്ഞ ഹരിത. ലാസ്റ്റ് വരെ ഒന്ന് പറഞ്ഞേ. ഞാൻ കരുതുന്നത് നിങ്ങൾക്ക് എന്റെ കഥ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നാണ്.
ഞാൻ കരുതുന്നത് നിങ്ങൾക്ക് എന്റെ കഥ കേൾക്കാൻ താല്പര്യമുണ്ടെന്നാണ്. യെസ്, എഴുതിക്കോളൂ. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു തമ്പ് വിട്ടാൽ മതി. നമുക്കത് ബുക്കിലേതല്ലേ? ബുക്കിലല്ലേ സർ? ആ ബുക്കിൽ മതി. യെസ്, ഓക്കെ. തെറ്റിക്കോട്ടെ, അത് പ്രശ്നമൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, എനിക്ക് ഒരു അരപ്പേരൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ എന്നൊരു ചിന്ത വരും. നമുക്കിനി കുറെ ഇംഗ്ലീഷ് പുസ്തകമൊക്കെ മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാശുണ്ടാക്കാനുള്ളതാണ്. യെസ്. Okay, sir. Aye, sir. Yes. Yes, sir. Aye. പറഞ്ഞോളൂ നിർമ്മിത. ഞാൻ ഓക്കെ പറയാം സർ. മൈ ഡിയർ ഫ്രണ്ട്. കഴിഞ്ഞോ നിർമ്മിത, കഴിഞ്ഞോ? ആ കഴിഞ്ഞു. ജസ്റ്റ് വെയിറ്റ്. ആ ഓക്കെ, അപ്പൊ 2-3 മിനിറ്റ് അത് അതുപോലെ എടുത്തിട്ടുള്ളൂ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അപ്പൊ അനുവിന്റെ കഴിഞ്ഞു, 2 പേരായി. ജിഷുടെ കഴിഞ്ഞു, 3ആയി. ഓക്കെ, പ്രവീൺ രാജ് ഓക്കെ, വിദ്യ ഓക്കെ. തെറ്റിയാലും കുഴപ്പമില്ല, എഴുതു. യെസ്, ഓക്കെ ഓക്കെ, ധൈര്യമായിട്ട് എഴുതൂ. തെറ്റിക്കോട്ടെ, ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് നിങ്ങളോട് ഒരു ചലിപ്പ് തോന്നുന്ന കാര്യമില്ല. അങ്ങനെ എഴുതുക, ആര് കാണാനാണ്. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഒടിക്ക് വായിച്ച് നമുക്ക് ആരംഭിക്കാം. ആർസു പറയട്ടെ സാറേ? 2 വരി വായിച്ചാൽ മതി കേട്ടോ. അതിന്റെ ട്രാൻസ്ലേഷൻ പറയാം. ഞാൻ പറയാം. കൂട്ടുകാരെ, ഞാൻ മലയാളത്തിൽ ഫുള്ളായിട്ട് എഴുതിയിട്ടില്ല സാറേ. അത് ഞാൻ ഇംഗ്ലീഷിൽ പറയട്ടെ സാറേ? My dear friends, I would like to share my favorite story. പ്രിയമുള്ള, ഇനി നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കണേ. പ്രിയമുള്ള കൂട്ടുകാരെ, ഓക്കെ, മ്യൂട്ട് ചെയ്തോളാം. പ്രിയമുള്ള കൂട്ടുകാരെ, അപ്പൊ നമുക്ക് എന്താ പറയാം? മൈ ഡിയർ ഫ്രണ്ട്സ്. ഞാനൊരു കഥ പറയട്ടെ. അപ്പൊ ഞാനൊരു കഥ പറയട്ടെ എന്ന് പറയുമ്പോൾ അതിനൊരു ആൻസർ ഉണ്ട്. യെസ് പറഞ്ഞോളൂ, നോ പറയണ്ട. അപ്പൊ നമുക്ക് പറയാം, അതൊരു ചോദ്യമായിട്ട് ചോദിക്കാം. ഞാനൊരു കഥ പറയും എന്നാണെങ്കിൽ ഐ ഷാൽ ടെൽ യു എ സ്റ്റോറി. ഞാൻ നിങ്ങളൊരു കഥ പറയും. ഞാനൊരു കഥ പറയട്ടെ, ചോദ്യം ചോദിക്കണം. അപ്പൊ ആ ഷാൽ എന്നുള്ള വേർഡ് എടുത്തിട്ട് ആദ്യം പറയാം. അപ്പൊ എന്ത് പറയും?
ഷാൽ ഐ ടെൽ യു എ സ്റ്റോറി? ഞാൻ നിങ്ങളോട് ഒരു കഥ പറയട്ടെ. ഷാൽ ഐ ടെൽ യു എ സ്റ്റോറി? യെസ്, കറക്റ്റ് ചെയ്യാം. വിദ്യ, Yes, sir. ഞാൻ പറയാം, അതിന്റെ ട്രാൻസ്ലേഷൻ പറഞ്ഞാൽ മതി. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. This story, you like it. യെസ്, നമുക്ക് എപ്പോഴും ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് എഴുതുമ്പോൾ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, ഈ ഒരു ക്രമം മാറിപ്പോലും. SVO, സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്ത ആൾ, വെർബ് എന്ന് പറഞ്ഞാൽ അയാൾ ചെയ്ത പ്രവൃത്തി, ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആരെ അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ. അത് എപ്പോഴും മനസ്സിൽ വിട്ടു. ഇംഗ്ലീഷ് എപ്പോഴും അങ്ങനെയാണ്, സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. എക്സാമ്പിൾ പറയാം, ഞാൻ ചായ കുടിച്ചു. അപ്പൊ ആദ്യത്തെ വേർഡ് ഞാൻ, പിന്നെ ചായ, പിന്നെ കുടിച്ചു. ഇംഗ്ലീഷിൽ എഴുതുകയാണെങ്കിൽ ഞാൻ കുടിച്ചു ചായ എന്നുള്ളത്. അപ്പൊ ഇത് വരും ഐ ഡ്രാങ്ക് ടീ, അതാണ് കറക്റ്റ്. മറിച്ച് മലയാളത്തിൽ നമ്മൾ കണ്ട പോലെ ഞാൻ ചായ കുടിച്ചു എന്നുള്ളതിന് ഐ ടീ ഡ്രാങ്ക് എന്ന് എഴുതി കഴിഞ്ഞാൽ തെറ്റാണ്. ഇതാണ് ഇംഗ്ലീഷും മലയാളവും തമ്മിലുള്ള ബേസിക് ആയ വ്യത്യാസം. തുടക്കക്കാരോടാണ് പറയുന്നത്, ബേസിക് ആയ വ്യത്യാസം. മലയാളത്തിൽ പറയുമ്പോൾ ഞാൻ ചായ കുടിച്ചു എന്ന് പറയാം, പക്ഷെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഞാൻ കുടിച്ചു ചായ എന്ന് പറയും. കാരണം എന്ത് അല്ലെങ്കിൽ ആരെ എന്നുള്ളതിന്റെ ഉത്തരം മൂന്നാമതേ വരാം. അതുപോലെ ഇവിടെയും ചിന്തിക്കാം, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടും. അപ്പൊ അവിടെ നിൽക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് പറയാം നിങ്ങൾ, സബ്ജക്റ്റ്, യു. ഇഷ്ടപ്പെടും, പെട്ടിട്ടില്ല, പെടും. യു വിൽ ലൈക്ക്, നിങ്ങൾ ഇഷ്ടപ്പെടും. എന്ത് ഇഷ്ടപ്പെടും? ഈ കഥ, ദി സ്റ്റോറി. യു വിൽ ലൈക്ക് ദി സ്റ്റോറി. എപ്പോഴും മറക്കരുത്, സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. എപ്പോഴും ഞാൻ ഈ പറഞ്ഞ വാചകം ഓർമ്മയുണ്ട്. ഞാൻ ചായ കുടിച്ചു എന്നുള്ളത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഞാൻ കുടിച്ചു ചായ എന്നാണ്. യെസ്. ഞാൻ അവനെ കണ്ടു എന്ന് മലയാളത്തിൽ പറയുമ്പോൾ, ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഞാൻ കണ്ടു അവനെ എന്ന് പറയും. യെസ്, അതാണ് അതിന്റെ വ്യത്യാസം. എപ്പോഴും ആരെ അല്ലെങ്കിൽ എന്തെന്നുള്ള ഉത്തരം മൂന്നാമതേ വരാവൂ, മാറി വരരുത്. യെസ്. അപ്പൊ നമുക്കെന്ത് പറയാം? സാർ, ആ, യു ഷുഡ് ലൈക്ക് ദി സ്റ്റോറി എന്ന് എഴുതിയ തെറ്റുണ്ടോ? അപ്പൊ ഓക്കെ വീട്ടിൽ പറയാം. ഈ ഷുഡ് വരുമ്പോഴേ നമ്മൾ മലയാളത്തിൽ പറയുന്ന നായിട്ടിട്ട് പൂജയില്ലേ, നം എന്നുള്ള അർത്ഥം കൊടുക്കും. നം. അപ്പൊ യു ഷുഡ് ലൈക്ക് ദി സ്റ്റോറി, നീ ഈ കഥ ഇഷ്ടപ്പെടണം. അങ്ങനെയാണ്. സെന്റൻസ് കറക്റ്റ് ആണ്, പക്ഷെ മീനിങ്ങിൽ വ്യത്യാസം വന്നു. യെസ്. ഞാൻ എഴുതിയത് ഐ തിങ്ക് യു ലൈക്ക് ദിസ്, അങ്ങനെ ഐ വിൽ കം ടു യു. ഒരു മിനിറ്റ്. ജിഷയുടെ ഓഫീസിൽ പാർലറിൽ വർക്ക് ചെയ്യുന്ന പെൺകുട്ടിയോട് വേണമെങ്കിൽ ജിഷക്ക് പറയാം, ഓക്കെ, യു മേ കം ടുമോറോ. നാളെ നിങ്ങൾ വന്നാലും. അപ്പൊ നിർബന്ധമില്ല. മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമില്ല. അപ്പൊ കേൾക്കുന്ന ആള് ഫ്രീ ആണെങ്കിൽ വന്നാൽ മതി, അല്ലെങ്കിൽ വരണ്ട. യു ഷുഡ് കം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ നാളെ വരണം എന്നാണ്. ഉറപ്പായിട്ടും വരണം. ഉറപ്പിന് നിർബന്ധമാണെങ്കിൽ ഷുഡിനെ മാറ്റണം. കണ്ടീഷൻ വേണമെങ്കിൽ അവിടെ മസ്റ്റ് പറയണം. MUST. യു മസ്റ്റ് കം എന്ന് പറഞ്ഞാൽ നീ നാളെ വന്നേ പറ്റും, അല്ലെങ്കിൽ മറ്റന്നാൾ നിനക്ക് ജോലി ഉണ്ടാവില്ല. അവിടെ മസ്റ്റ് ആണ്. അപ്പൊ നമ്മളോട് പറയുമ്പോൾ ആ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും, അത് വരാനാണോ പറഞ്ഞത്, പറ്റുമെന്ന് വരാനാണോ പറഞ്ഞത്, നിർബന്ധമാണോ. യെസ്, ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് നിങ്ങൾ ഇഷ്ടപ്പെടണം എന്നല്ല, ഇഷ്ടപ്പെടും. ഓക്കെ, നിർമ്മിത പറഞ്ഞോളൂ. അതല്ല സർ, ഞാൻ എഴുതിയത് ഐ തിങ്ക് യു ലൈക്ക് ദിസ് എന്ന് എഴുതി. അത് ശരിയാണോ ചോദിച്ചത്? ഐ തിങ്ക് യു ലൈക്ക് ദിസ് സ്റ്റോറി. യെസ്, ഐ തിങ്ക്, ഞാൻ ചിന്തിക്കുന്നു. അവിടെ ഒരു വില്ലും കൂടി ചേർക്കണം. നിങ്ങൾ ഈ കഥ ഇഷ്ടപ്പെടുന്നുവെന്ന് ഞാൻ ചിന്തിക്കുന്നു എന്നല്ല, സെന്റൻസ് കറക്റ്റാണ്. നമ്മുടെ ട്രാൻസ്ലേഷനിൽ വരുമ്പോൾ കറക്റ്റ് ആവണില്ല. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടുന്നുവെന്ന് ഞാൻ ചിന്തിക്കുന്നു കറക്റ്റാണ്. ഞാൻ അതല്ല പറഞ്ഞത്, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടും എന്ന് ചിന്തിക്കും. കാരണം ഞാൻ കഥ പറഞ്ഞിട്ടില്ല, പറഞ്ഞു കഴിഞ്ഞിട്ട് വേണ്ടി ഇഷ്ടപ്പെടാൻ. അപ്പൊ അത് ഫ്യൂച്ചറിലോട്ട് പോകുന്നു, അതിനോട് വില്ല് വന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അല്ലു സാർ, ഫോൺ ഓക്കെ അല്ലേ?
അല്ലൂസിന്റെ ഫോണിന്റെ ഇടയ്ക്ക് മൈക്രോഫോൺ വർക്ക് ചെയ്യില്ലെന്നാണ് പറഞ്ഞത്. അല്ലൂസേ, യെസ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിലോട്ട് വരാം. നർമ്മിത, അടുത്ത വരി കേട്ടോ. ഇത് ഒരു സാധാരണ മനുഷ്യന്റെ കഥയാണ്. പറ. ദിസ് വൺ കോമൺ പേഴ്സൺസ് സ്റ്റോറി. ഇതിന്റെ അകത്തൊരു കുഴപ്പം പറ്റിയത്, ഞാൻ നർമ്മിതങ്ങനെ ഒരു വെറുപ്പ് വന്നില്ല. ഒരു വെറുപ്പ്. ആ, അതെ, മനസ്സിലായി. This is an ordinary man story. Okay, okay. I will come to you. Nandita. Okay, sir. അതന്നെ, അതിലെന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അറിയാം. പക്ഷെ അതെ, ഞാൻ അതൊക്കെ അങ്ങോട്ട് പറഞ്ഞു. എല്ലാം പോലെ എല്ലാം വായിച്ചിടും, എല്ലാം കോംപ്ലിമെന്റ്സ് ആയി. ഒറ്റ കാര്യം, നമുക്ക് ഒരു സെന്റൻസിനെ കാണുമ്പോൾ 2-3 നമ്മൾ അതിനെ വിഭജിക്കണം. ഓക്കെ, ഇത് ഒരു സാധാരണ മനുഷ്യന്റെ കഥയാണ്. അത് ഈ സാധാരണ മനുഷ്യൻ എന്നുള്ള പേര് അവിടെ ഇല്ലെന്ന് വിചാരിക്കുക. ഇതൊരു കഥയാവുന്നു, അത് അതിൽ പറയാം. This one is story. This is a story. This is a story. This one is a story. Is വേണോട്ടോ. കഥയാകുന്നു. അപ്പൊ this is a story. അപ്പൊ ഇതൊരു കഥയാകുന്നു. അപ്പൊ അത് നമ്മൾ സബ്ജക്റ്റും വെർബുമായി. ആരുടെ അല്ലെങ്കിൽ എന്ത്, Persons. ഒരു സാധാരണ മനുഷ്യൻ, അത് കൂടി ചേർത്ത് പേഴ്സന്റെ മുന്നിൽ. Common person. This is the story of an ordinary എന്ന് പറയുമ്പോ ഓയിലല്ലേ തുടങ്ങിയെങ്ങനെ. അപ്പൊ ഈ എന്നുള്ളതിന് പകരം ആൻഡ്. This is the story of an ordinary man. ഇത് ഒരു സാധാരണ മനുഷ്യന്റെ കഥയാകുന്നു. ജിഷ എന്താ എഴുതിയത് പറഞ്ഞേ? ഞാൻ ആ സെന്റൻസ് ആണ് സാർ എഴുതിയത്. This is an ordinary man story. ഓക്കെ, ആ മാൻസിന് അപ്പോസ്ട്രോഫിയാ കൊടുത്തത്. അപ്പൊ നമ്മൾ നേരത്തെ ആ ഓഫിന് പകരമാണ് ഈ അപ്പോസ്ട്രോഫീസ് വരുന്നത്. ഓക്കെ, ലിൻസി എന്താ പറഞ്ഞ? സാർ ഞാൻ എഴുതിയത് ദിസ് സ്റ്റോറി ഈസ് ടെല്ലിംഗ് അബൌട്ട് എ നോർമൽ മാൻ. സാർ, ദിസ് സ്റ്റോറി ഈസ് ടെല്ലിംഗ് അബൌട്ട് എ നോർമൽ മാൻ. യെസ്, ഈ കഥ ഒരു സാധാരണ മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. യെസ്. അപ്പോ ഇനി അടുത്തത് ഷബാന. ചോദ്യം ഇതാ, ഞാൻ ഒന്ന് വായിക്കാം. ഒരു പക്ഷേ നിങ്ങൾ ഇത് ഓക്കെ ലൂസ് എഴുതി കാണിച്ചു തരാം. ഓക്കെ കറക്റ്റ് ആണ്. ഒരു പക്ഷേ നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാകും. ഓക്കെ, ഓ സാറാ വിഷമമുള്ളത് കൊണ്ടൊന്നും ഇരിക്കുമെന്ന് പറഞ്ഞു അല്ലേ? യെസ്, ഓക്കെ. ഒരുപക്ഷെ നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാവാം. അപ്പൊ കേട്ടിട്ടില്ലേ സാഹിത്യം? ഒരു പക്ഷേ നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാവും. നമ്മൾ കഥയുടെ ബാലൻസ് അല്ലേ? I think you hear about this story അല്ലേ? story. I think you heard about this story. ഓക്കെ. പക്ഷേ ഒരു സെന്റൻസ് കറക്റ്റാണ്, പക്ഷെ നമ്മൾ ഈ പറഞ്ഞ സംഗതിയുടെ അത് വന്നില്ല. ഐ തിങ്ക്, ഞാൻ കരുതുന്നത് യു ഹിയർ ദ സ്റ്റോറി, നീ കഥ കേൾക്കാറുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ അതാണ് ഉദ്ദേശിച്ചത്. ഒരു പക്ഷേ നിങ്ങൾ maybe you listened this story already. Yes, okay. Very good. Yes. അവിടെ നമുക്ക് ഉപയോഗിക്കാവുന്ന വേറെ നല്ലൊരു വേർഡ്, മൈറ്റ് ഹാവ് എന്ന് പറയുന്ന ഒരു ഫ്രേസ് ഉണ്ട്. മൈറ്റ് ഹാവ് ഗോൺ പോയിട്ടുണ്ടാകും, മൈറ്റ് ഹാവ് യൂസ്ഡ് ഉപയോഗിച്ചിട്ടുണ്ടാകും, മൈറ്റ് ഹാവ് ഗിവൺ കൊടുത്തിട്ടുണ്ടാകും. മൈറ്റ് ഹാവ് എന്നൊരു ഫ്രേസ് ഉണ്ട്. ആ ഫ്രേസ് വെച്ചുകൂടെ പറഞ്ഞാൽ കുറച്ചുകൂടി നല്ല കിലുത്ത് സെന്റൻസ് മേബി വെച്ച് പറയാം. യെസ്, ഓക്കെ മേ ഹാവ്. ഓക്കെ, ഞാൻ പറയാം. ഒരു പക്ഷേ എന്നുള്ളതിന് മേബി എന്ന് പറയാം, ആയിരിക്കാം, അല്ലെങ്കിൽ പെർഹാപ്സ്. ഒരു പക്ഷേ, പെർഹാപ്സ് യു മൈറ്റ് ഹാവ് ഹേർഡ് ദിസ് സ്റ്റോറി. ഒരു പക്ഷേ നിങ്ങൾ ഈ കഥ കേട്ടിട്ടുണ്ടാകും. യെസ്, അവിടെ നിൽക്കട്ടെ. അനു, അടുത്ത വരി ഞാൻ വായിക്കാം. ഈ കഥയ്ക്ക് എന്റെ ജീവിതവുമായി ഒരു ബന്ധമുണ്ട്.
This story is closely related to my life. Yes, this story is close. അതിന് ഞാൻ വേറെയും പറയട്ടെ, നിങ്ങൾക്ക് ഇതൊന്ന് വെട്ടി എഴുതണ്ട, കാരണം ഇത് രണ്ടു മൂന്ന് രീതിയിൽ പറയാം. This story is closely related to my life എന്ന് പറയാം, അത് കറക്റ്റ് ആണ്. അതല്ല നമുക്ക് വേറെയും പറയാം. This story was connected in my life എന്ന് പറയാൻ പറ്റുമോ? യെസ്. അപ്പോ വാസു വരുമ്പോൾ ഒരു കുഴപ്പമുള്ളതെന്ന് വെച്ചാൽ വാസു എന്ന് പറഞ്ഞാൽ ആയിരുന്നു എന്നാണ്, എന്റെ ജീവിതവുമായി ബന്ധമുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെയായിരിക്കും. ബന്ധം ഉണ്ടായിരുന്നു എന്നല്ല, നമ്മൾ ബന്ധമുണ്ട്, ഇപ്പോഴും ഉണ്ട്, മുമ്പ് ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. വാസും വേറും ആയിരുന്നു എന്നുള്ളതാണ്. ഓക്കെ ലൂസേ, ഈസ്, ആം, ആർ, ഇത് മൂന്നും എന്താണ്? ആകുന്നു എന്നുള്ളത് പ്രസന്റ് ആണ്. വാസും വേറും വരുമ്പോ ആയിരുന്നു പാസ്റ്റ് ആണ്. വിൽ ബി വരുമ്പോ ആയിരിക്കും, അത് ഫ്യൂച്ചർ ആണ്. അങ്ങനെയാണ്. ഈസാമാറിന്റെ പാസ്റ്റ് ആണ് വാസും വേറ്, പിന്നെ വിൽ ബി. യെസ്. അപ്പോൾ നോക്കിയേ, ഈ കഥയ്ക്ക് എന്റെ ജീവിതവുമായി ബന്ധമുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം പറയണം, ഈ കഥയ്ക്ക് ദ സ്റ്റോറി ഹാസ്, ഉണ്ട്, എന്തുണ്ട്? എ കണക്ഷൻ. ഞാൻ സിമ്പിൾ ആയിട്ട് വേറെ ആയിട്ട് പറയുന്നത്, അതിന് പറഞ്ഞ കറക്റ്റ് ആണ്. ദ സ്റ്റോറി ഹാസ് എ കണക്ഷൻ അല്ല, എന്റെ കഥയ്ക്ക് ഉണ്ട്, എന്തുണ്ട്? മൂന്നാമത് ഓബ്ജക്റ്റ്, കണക്ഷൻ ഉണ്ട്. ഇനി എന്തുമായിട്ടുള്ള കണക്ഷനാണ്? വിത്ത് മൈ ലൈഫ്, എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് അല്ല, ജീവിതത്തോടു കൂടെയുള്ള ഒരു കണക്ഷൻ ഉണ്ട്. ഇങ്ങനെയും പറയാം. ദ സ്റ്റോറി ഹാസ് എ കണക്ഷൻ വിത്ത് മൈ ലൈഫ്, എന്റെ ജീവിതവുമായി അതിനൊരു ബന്ധമുണ്ട്, അങ്ങനെയും പറയാം. യെസ്. സബിത. സബിത വരുമെന്ന് ചോദിക്കാം. ലേന. സബിത ഞാൻ പറയാം കേട്ടോ, അടുത്ത സെന്റൻസ് പറയാം. സബിത വന്നു, അപ്പൊ ലേന തന്നെ പറഞ്ഞോളൂ. ലേന, സംഭവം ഇതാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ കഥ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ്. അതുകൊണ്ടാണെന്നുള്ളൊരു ഇംഗ്ലീഷിൽ പ്രയോഗമുണ്ട്. അതുകൊണ്ട് എന്നുള്ളതിന് നമുക്ക് വേണമെങ്കിൽ സോ എന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ട്, സോ, നമ്മൾ മാത്തമാറ്റിക്സ് ഒക്കെ ചെയ്യുമ്പോൾ 3 കുത്തുണ്ട്. സോ, അതുകൊണ്ട്. അതുകൊണ്ട് എന്നല്ല, അതുകൊണ്ടാണ് എന്ത് പറയും? അപ്പോൾ ഉറപ്പ് ഉപയോഗിക്കാം. ദാറ്റ് ഈസ് വൈ. ഓ, വെരി ഗുഡ് അലൂസേ. That's why I love this story. That's why I love this story. That is why. That is why I like this story. ഞാൻ അങ്ങനെ എഴുതി സാറേ. That is why I like this story. Very good, very good, very good. That's why I like this story. Okay, Jisha, correct ആണ്. That is why I like this story. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്. ഓക്കെ ലേന, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ ഈ കഥ ഇഷ്ടപ്പെടുന്നത്. ഇതുവരെ സവിത, ഇതുവരെ ഞാൻ കഥ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഇത്രയും സമയം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഇൻട്രൊഡക്ഷൻ ആണ്, കഥയിലോട്ട് കടന്നിട്ടില്ല. യെസ്, പറഞ്ഞോളൂ. ഇതുവരെ ഞാൻ കഥ പറഞ്ഞിട്ടില്ല. ഇതുവരെ, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, അതുകൊണ്ടാണ്. ദാറ്റ് ഈസ് വൈ. അതുപോലൊരു വേർഡ് ഇതുവരെ എന്നുള്ളതിലുണ്ട്, പറയാമോ? Have not. I have not ആണോ? അല്ല, സവിതക്ക് ഇഷ്ടമുള്ള I have not told this story. ഇതുവരെ എന്നുള്ളത് അങ്ങോട്ട് മറന്നു. അങ്ങനെ ഒരു വാക്കില്ല. ഞാൻ പറഞ്ഞിട്ടില്ല. I not told this story. I not, അവിടെ ഒരു ഹാവും കൂടി ചേർത്ത്. I have not told the story. ഞാൻ കഥ പറഞ്ഞിട്ടില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതുവരെ എന്നുള്ളതിന് ചേർക്കാം. ഇഷ്ടമുള്ള വാക്ക് ചേർക്കാം. എന്താണ്? till now. Now itself. എന്താണ്? Now itself. Now itself. Yes. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ഏത് വാക്കുകളും ചേർക്കാം. അപ്പൊ ഞാനിവിടെ ഒരു വാക്ക് ചേർത്തു, ഇതുവരെ എന്നുള്ള. ഞാൻ ഇംഗ്ലീഷ് വേർഡ് ഇംഗ്ലീഷ് വേർഡ് ചേർക്കട്ടെ, അത് കുഴപ്പമില്ല, ഇഷ്ടംപോലെ വാക്കുണ്ട്. സോ ഫാർ, ഇതുവരെ, കോമ, ഐ ഹാവ് നോട്ട് ടോൾഡ് ദ സ്റ്റോറി, ഞാൻ കഥ പറഞ്ഞിട്ടില്ല. യെസ് ജിഷ.
അടുത്ത വരി ഞാനത് കയ്യിൽ വരികയായതുകൊണ്ട് ജിഷേനെ മലയാളം വായിക്കും. സാർ ഞാൻ പിന്നെ വരാവേ. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. എന്നാ ഐഷ സർ മലയാളവും വായിക്കും, ഇംഗ്ലീഷും വായിക്കും. Sir, ഞാൻ കരുതുന്നത് നിങ്ങൾക്ക് എന്റെ കഥ കേൾക്കാൻ താല്പര്യമുണ്ടെന്നാണ്. ഓക്കെ ഓക്കെ. ഞാൻ കരുതുന്നത് നിങ്ങൾക്ക് എന്റെ കഥ കേൾക്കാൻ താല്പര്യം. ഞാൻ കരുതുന്നത് ഇംഗ്ലീഷിൽ എന്താ പറയും? ഐ തിങ്ക്. അപ്പൊ കറക്റ്റ് ആണ്. ഐ തിങ്ക്. നിങ്ങൾക്ക് താല്പര്യമുണ്ട്. I think, sir, I think പകരം I believe കൊടുത്താലോ sir? ഓക്കെ, കറക്റ്റ് ആണ്, കറക്റ്റ്. ഐ തിങ്ക് നിങ്ങൾക്കുണ്ടെന്നുള്ളത് എന്താണ്? എന്താ സാർ? നിങ്ങൾക്കുണ്ട് എന്നാണ് പറയുന്നത്. എന്ത് പറയും? യു ഹാവ്. എന്തുണ്ട്? താല്പര്യം. കണ്ട് എന്തെന്നുള്ളൊരു മൂന്നാമതാണ്. എന്തുണ്ട്? താല്പര്യം. താല്പര്യം എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രസ്റ്റ്. അപ്പൊ നോക്കി, ഐ തിങ്ക് യു ഹാവ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് കേൾക്കുവാൻ. അത് ഈ വാൻ എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ടു ചേർത്ത് പറയണം. ടു ജമ്പ് ചാടുവാൻ, ടു യൂസ് ഉപയോഗിക്കുവാൻ, ടു സിറ്റ് ഇരിക്കുവാൻ. ആ വാൻ പറഞ്ഞ സ്ഥലത്തൊക്കെ ടു ആണ്. അപ്പൊ എന്താണ് താല്പര്യമുള്ളത്? ടു ഹിയർ കേൾക്കുവാൻ. എന്ത്? സ്റ്റോറി. സ്റ്റോറി. അപ്പൊ കറക്റ്റ് എന്ത് വരും? ഐ തിങ്ക് യു ഹാവ് ഇൻട്രസ്റ്റ് ടു ഹിയർ ദി സ്റ്റോറി. അത് കേൾക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നാണ്. ഓക്കെ, ഇതിന്റെ അറ്റംപ്റ്റ് ആയിരുന്നു. എന്റെ കഥ എന്നല്ലേ, അപ്പൊ മൈ സ്റ്റോറി തന്നെ. ഓക്കെ, എന്റെ കഥ എന്നാണെങ്കിൽ മൈ സ്റ്റോറി. ഓക്കെ, ഞാനേ നിങ്ങൾ ഏത് റേഞ്ചിൽ നോക്കുക അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. നമുക്കിത് ഇടക്കിടക്ക് ചില ക്ലാസ്സുകൾ നമുക്ക് ഞാൻ എടുത്തിടും. ഇതല്ല, ഇപ്പൊ സെന്റൻസിന്റെ ലെങ്ത് ഇപ്പൊ 2-3 സെന്റൻസ് ആവും, ഇനി ഒരു പാരഗ്രാഫ് ആവും, ഒരു പേജ് ആവും, അങ്ങനെ പോകും. യെസ്, അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും. ഒരു പേജൊക്കെ ഞാൻ ഈസി ആയിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് പണ്ട് ഇംഗ്ലീഷ് ക്ലാസ്സിൽ. പിന്നെയാണ് ഇത് എന്ന് പറയും. നിങ്ങൾക്ക് തന്നെ നാളെ നിങ്ങൾ സ്റ്റേജിന്റെ മുന്നിൽ നിന്നിട്ട് നിങ്ങൾക്ക് പ്രസംഗിക്കേണ്ടി വരികയാണ്. അപ്പൊ സ്വാഗത പ്രസംഗം പറയേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് തന്നെ തയ്യാറാക്കാം. ആദ്യം ഇതുപോലൊരു സാധനം നിങ്ങൾ ആദ്യം തയ്യാറാക്കി വെക്കും, സിമ്പിൾ ആയിട്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എച്ചം, അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ ഇവിടെ നിൽക്കുന്നത് സന്തോഷത്തോടു കൂടിയാണ്. ഐ ആം സ്റ്റാൻഡിങ് ഹിയർ വിത്ത് ഹാപ്പിനെസ്. എനിക്കൊരു അവസരം തന്നു, എനിക്ക് എച്ചം ഒരു അവസരം തന്നു. ദ ഓണറബിൾ എച്ചം ഗേവ് മീ ആൻ ഓപ്പർച്യൂണിറ്റി. കുറച്ച് വാക്കുകൾ പറയുവാൻ, ടു ഷെയർ എ ഫ്യൂ വേർഡ്സ് വിത്ത് യു, നിങ്ങളോട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന്. ദാറ്റ് ഈസ് വൈ ഐ ആം സ്റ്റാൻഡിങ് ഹിയർ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത്. തകർക്കേണ്ടത് നമുക്ക് തകർക്കണം. ഓക്കെ, സോ വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, സൈൻ ഔട്ട് ഉണ്ടോ? നിങ്ങൾ പറഞ്ഞു. Thank you, sir. Sir, sign out. My name is Vidya. I am telling the sign out. Thank you, sir. Today class was nice class. Today's class was about noun and noun phrase on the behalf of everyone. I am thanking you. Okay, very good, very good, very good. We will meet in the next class. Okay. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir. Okay.